മഹാജനങ്ങളെ, ലോകത്താർക്കും അറിയാൻ പാടില്ലാത്തൊരു മഹേന്ദ്രജാലം ഞങ്ങൾ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്. റാണി, തീർച്ചയായും വേണം, ജരൂർ കാണിക്കണം. ഭായിയും ബഹനും, സഹോദരി സഹോദരന്മാരെ, അമ്മ പെങ്ങന്മാരെ, പഞ്ചമാന്യ മഹാജനങ്ങളെ, തായ്മാർകളെ, നിങ്ങളെല്ലാവരും ധൈര്യമായി ഒന്ന് കൈയടിച്ചാൽ എന്റെ റാണിക്കും വരും ധൈര്യം. കമാൻ, തപ്പുപെട്ടു തപ്പുപെട്ടു. ആയി ആയി, പഠിച്ചുക്കോ പഠിച്ചുക്കോ, ചുമ്മാ പഠിച്ചുക്കോ. സോജ സോജ രാജകുമാരി, സോജ 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 രാജകുമാരി, സോജ. അത് കൊടുക്ക അത് കൊടുക്ക. വെരി ഗുഡ്. സോജ സോജ സോജ. മാന്യ മഹാജനങ്ങളെ, മായം നഹി ഹേ, മന്ത്രം നഹി ഹേ, നല്ല അസൽ കത്തി. ഈ കത്തി കൊണ്ട് ഞാൻ റാണിയുടെ കഴുത്തറക്കാൻ പോവുകയാണ്. ചോര വരും, ആരും അന്തം വിടരുത്. പേടിക്കാതെ റാണി, മഹേന്ദ്രജാലമാണ്. ഇതാ ഞാൻ റാണിയുടെ കഴുത്തറക്കാൻ പോവുകയാണ്. അരയോ ഭഗവാൻ, കാപ്പാത്തുങ്കോ 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 ഭഗവാൻ. ഓ മേരി ഭഗവാൻ, ഓ മേരി ഭഗവാൻ. കണ്ടോ, രക്തം രക്തം രക്തം, കലർപ്പില്ലാത്ത രക്തം. നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ എല്ലാവരും കൂടി റാണി റാണി എന്ന് വിളിച്ചാൽ മതി, എന്റെ റാണി എഴുന്നേറ്റ് വരും. ഓം ഗ്രീൻ ഗോ. എല്ലാവരും വിളിക്കൂ, റാണി റാണി റാണി. नमस्कार सेठ जी. हेलो. फूल, कागज की फूल ഭാര്യ നിന്ന് വിട്ടതാണ്, വാങ്ങിച്ചോളൂ. അനങ്ങിപ്പോരും. ആ പെട്ടിക്ക് തരൂ, ആ പെട്ടിക്ക് തരാൻ. ഓക്കെ, മറ്റു സ്ഥലം കിട്ടും. ഞാൻ നന്നായി ശ്രമിച്ചു, തുറക്കാൻ പറ്റില്ല. പറ്റൂടാ, ഇത് നമ്പർ ലോക്കാ. മഹാഭാവി സേട്ടു. ചേടാ പ്രേതമേ, ഇനിയെങ്കിലും മനസ്സിലാക്കിക്കും, തൂങ്ങിച്ചത്തവന്റെ അരഞ്ഞാണ ചരടിൽ തൂങ്ങിച്ചാവുന്നവന്മാര് ഈ ലോകത്തിലുണ്ടെന്ന്. ഏതായാലും കിട്ടിയത് 50-50. ഇതാ നിനക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇത് എനിക്ക്, അത് നിനക്ക് എന്നിരിക്കട്ടെ. ഇതാരോ കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകമാണ്. തന്റെ മോതിരം എവിടെ പോയി? മോതിരം എവിടെയെങ്കിലും ഊരി വീണിരിക്കും. എവിടെയെങ്കിലും എന്ന് വെച്ചാൽ അതറിയില്ല. വളരെ വില കൂടിയ ഒരു വൈരമോതിരമായിരുന്നല്ലോ അത്.
അതിനേക്കാൾ വില കൂടിയതെല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എന്നാൽ ഇത് നഷ്ടപ്പെടണ്ട. ഇതെവിടെ നിന്ന് കിട്ടിയെന്നറിയണ്ടേ? കിട്ടിയ സ്ഥിതിക്ക് അറിയണമെന്നില്ല. കൊള്ളക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ലൈല എന്ന സ്ത്രീ കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്നും കിട്ടിയതാണ് ഈ മോതിരം. അപ്പോൾ ഇതൊരു തെളിവ് സാധനമാണ്. താൻ തന്നെ വെച്ചോളൂ. എന്ത് തെളിവ്? ഈ മോതിരത്തിന്റെ ഉടമസ്ഥനാണ് കൊല നടത്തിയതെന്ന് തെളിയിക്കരുത്. പ്രയാസമാണ്. ഒരുപക്ഷെ സത്യമാണെങ്കിൽ കൂടി. എങ്കിൽ താൻ എന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തുകൂടുന്നില്ല. എങ്കിലും സത്യം തുറന്നു പറയുന്നതാണ് തനിക്കും എനിക്കും നല്ലത്. എനിക്കൊന്നും പറയാനില്ല. പ്ലീസ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ഒന്നും പറയാനില്ലേ? ഉണ്ട്. ഒന്ന് പറയാനും. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. നളിനി, നളിനി, ഞാൻ കേട്ടു ചേട്ടാ, എല്ലാം ഞാൻ കേട്ടു. കുഞ്ഞിനെ ഞാൻ തരില്ല. നളിനി, അവൻ എന്റെ കുഞ്ഞാണ്. കുറച്ചു മുമ്പേ തെളിവിനെ പറ്റി പറയുന്നത് കേട്ടു. അത് ഡോക്ടറുടെ കുഞ്ഞാണെന്നുള്ളതിന് എന്താണ് തെളിവ്? അപ്പോ ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ല എന്ന് പറഞ്ഞില്ല. മിസസ് രാജൻ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് സത്യമാണ്. പക്ഷേ ആ കുഞ്ഞാണിത് എന്നതിന് തെളിവില്ല. അങ്ങകലെ ഒരു കുഗ്രാമത്തിലുള്ള കൊച്ചു വീട്ടിൽ ഞാൻ അവനെ പ്രസവിച്ചു. അതെന്റെ കുഞ്ഞാണ്. നളിനി, നമ്മുടെ നേതാവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. വല്ല ആപത്തും പറ്റിയിരിക്കുമോ? ഒന്നുകിൽ മരിച്ചിരിക്കും, അല്ലെങ്കിൽ ആളുകൾ തല്ലിക്കൊന്നിരിക്കും. അപ്പൊ നമ്മുടെ കാര്യമോ? വളരെ എളുപ്പം. ആത്മഹത്യ. വിഷം കയ്യിലില്ലേ? ഉണ്ട്. എടുക്ക്, നമുക്ക് മരിക്കാം. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പപ്പ, കരയാതെ കരയാതെ കഴിക്കാൻ. രാജപ്പ, ഓ, എന്റെ കുടലെല്ലാം കത്തുന്നു. തനിക്കും? എന്റെ കുടലിന് നല്ല ഉന്മേഷം തോന്നുന്നു. രാജപ്പ, ഞാൻ ചത്തു. വിഷം കഴിച്ചാൽ താൻ ചാകാതിരിക്കൂ. രാജപ്പ, താൻ എന്നോട് ചേർന്ന് വിടുന്നു. നമുക്ക് ഒരുമിച്ച് മരിക്കാം. വേണ്ട വേണ്ട, അതൊക്കെ മനസ്സിരിക്കട്ടെ. തൽക്കാലം താൻ മാത്രം മരിച്ചാ മതി. ഞാൻ കഴിച്ചത് തേനാണോ? ചെറുതേൻ. രാജപ്പ, അയ്യോ, കഷ്ടം. അവനും പോയി. എന്നെ വേലിറക്കി തട്ടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ നാടിനെ കിടിലം കൊള്ളിച്ചിരുന്ന ഭീകര കൊള്ളക്കാരനായ രാജപ്പ സിംഗ് എഴുതുന്നത്. ഞാൻ സ്വയം ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞായറാഴ്ച രാത്രി 2 മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് പനച്ചിക്കാവിലെത്തുന്നതാണ് എന്ന് സ്വന്തം രാജപ്പ സിംഗ്.